ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പവർ ട്രാൻസ്മിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗിയർ ഡ്രൈവുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗിയർ ഡ്രൈവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലത്തെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതേപോലെ തന്നെ പുതിയ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് നോക്കാം. വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഗിയർ യൂസ്ഡ്? ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഗിയർ ഏതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇതിൻ്റെ ആൻസർ സ്പർ ഗിയർ ആണ്. നമുക്കറിയാം സ്പർ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാരലൽ ഷാഫ്റ്റ് ഗിയർ ആണ് അല്ലേ. ഷാഫ്റ്റിൻ്റെ ഓറിയൻറ്റേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഗിയറിനെ ക്ലാസിഫൈ ചെയ്തതിൽ ഒന്നാമത്തതായിട്ട് നമ്മൾ പറഞ്ഞതായിരുന്നു സ്പർ ഗിയർ. എങ്ങനെയാണ് സ്പർ ഗിയറിൽ ഷാഫ്റ്റിൻ്റെ ഓറിയൻറ്റേഷൻ ഉള്ളത്? ഷാഫ്റ്റുകൾ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് പാരലലാണ്. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം. ആദ്യത്തെ ഫിഗറിൽ കാണുന്നതാണ് എന്ത്? സ്പർ ഗിയർ എന്നുള്ളത്. ഇതും ഒരു ഗിയർ മാത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ കൊടുക്കുന്ന ഷാഫ്റ്റും ഇവിടെ കൊടുക്കുന്ന ഷാഫ്റ്റും എന്തായിരിക്കും? പാരലലായിരിക്കും. ഇനി അത് മാത്രമല്ല, ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കട്ട് ചെയ്തിരിക്കുന്ന ടീത്ത് അതിൻ്റെ ആക്സിസിന് പാരലലായിരിക്കും. അതാണ് അടുത്ത പോയിന്റ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത് ആക്സിസിന് പാരലൽ ആയിക്കൊണ്ടായിരിക്കും എന്ത് ചെയ്യുക? ടീത്ത് കട്ട് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഇതിൻ്റെ ടീത്തിൻ്റെ പ്രൊഫൈൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒരു ഇൻവല്യൂട്ട് ഷേപ്പാണ്. സോ എന്തുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് സ്പർ ഗിയറുകൾ ഉപയോഗിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പർ ഗിയറിന് ഹൈ സ്ട്രെങ്ത് ആണ്. നന്നായി സ്ട്രെങ്ത് തരാൻ കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് ഗിയർ ആണ് എന്ത്? സ്പർ ഗിയർ എന്നുള്ളത്. അതേപോലെ തന്നെ ഇതിന് ആക്സിയൽ ത്രസ്റ്റുകളില്ല. ആക്സിയൽ ത്രസ്റ്റ് ഉള്ളതിന് നമ്മൾ ഇങ്ങനത്തെ ഗിയേഴ്സ് നമ്മൾ ഉപയോഗിക്കില്ല. ആക്സിയൽ ത്രസ്റ്റ് ഇതിൽ റേഡിയൽ ലോഡുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ആക്സിയൽ ത്രസ്റ്റ് ഇല്ല. അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് അല്ലേ. കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള കാരണവും നമുക്കറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ് എന്താണ്? കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇനി സ്പർ ഗിയേഴ്സിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇമ്പാക്ട് സ്ട്രെസ് കൂടുതൽ വരുന്ന ഗിയേഴ്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്പർ ഗിയേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഇതിന്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത്. ഇനി വാട്ട് ആർ ദി അതർ ഗിയേഴ്സ്? ഒന്ന് ബെവൽ ഗിയർ ആണ്. നമ്മൾ പറഞ്ഞു ബെവൽ ഗിയർ എന്ന് പറയുന്നത് ഒരു ഇന്റർസെക്റ്റിംഗ് ടൈപ്പ് ഓഫ് ഗിയർ ആണ് അല്ലെ. ഷാഫ്റ്റുകൾ അതിന്റെ ഷാഫ്റ്റുകൾ രണ്ട് ഷാഫ്റ്റുകൾ തമ്മിൽ എന്ത് ചെയ്യും? ഇന്റർസെക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗിയർ ആണ് ബെവൽ ഗിയർ എന്നുള്ളത്. അതിന്റെ ഷേപ്പിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പിച്ച് സർഫസ് ഒരു ഫ്രസ്റ്റം ഓഫ് എ കോണിന്റെ ഷേപ്പിലാണ് ഉണ്ടാവുക അല്ലേ. ആ പിച്ച് സർഫസ് എടുക്കുകയാണെങ്കിൽ ഒരു ഫ്രസ്റ്റം ഓഫ് എ കോണിന്റെ ഷേപ്പിലാണ്. അതിന്റെ ടീത്തുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടീത്ത് ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്താൽ അതൊരു കോണിന്റെ അപ്പെക്സിൽ എന്ത് ചെയ്യും? അത് മീറ്റ് ചെയ്യും. സോ ആ ഒരു ഷേപ്പിലാണ് എന്തുള്ളത്? ബെവൽ ഗിയർ ഉള്ളത്. ബെവൽ ഗിയർ നമ്മൾ ഒരുപാട് ടൈപ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്തത് ഹെലിക്കൽ ഗിയർ ആണ്. ഹെലിക്കൽ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിയൽ ആയിട്ടുള്ളതും അതേപോലെ തന്നെ റേഡിയൽ ആയിട്ടുള്ള ലോഡുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഹെലിക്കൽ ഗിയേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. റൈറ്റ് ഹെലിക്കൽ ഗിയേഴ്സും അതേപോലെ തന്നെ ലെഫ്റ്റ് ഹെലിക്കൽ ഗിയേഴ്സും ഉണ്ട് അല്ലേ. അതിന്റെ പ്രത്യേകത അതിന്റെ ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത് ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കില്ല, മറിച്ച് എന്ത് ചെയ്യും? ഒരു സർട്ടൺ ഇൻക്ലിനേഷനിലാണ് ടീത്ത് കട്ട് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ടീത്ത് ചെരിച്ചായിരിക്കും എന്ത് ചെയ്യുക? കട്ട് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ റൈറ്റിലോട്ടായിരിക്കാം, ചിലപ്പോൾ ലെഫ്റ്റിലേക്കായിരിക്കും. അതാണ് ഹെലിക്കൽ ഗിയർ. എന്തായാലും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഗിയറും ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഗിയർ എന്ന് പറയുന്നത് എന്താണ്? സ്പർ ഗിയർ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രൈവിംഗ് ഗിയർ ഓഫ് ടു മേറ്റിംഗ് ഗിയേഴ്സ് വിച്ച് ഈസ് ജനറലി സ്മോൾ ഈസ് നോൺ എസ്. അതായത് രണ്ട് ഗിയേഴ്സ് തമ്മിൽ മെയ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മെഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ചെറിയ ഗിയറിന് നമ്മൾ പറയുന്ന പേരെന്താണ്? നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്, ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ് എന്താണ്? രണ്ട് ഗിയേഴ്സിൽ ചെറിയ ഗിയറിനെ നമ്മൾ പിനിയൺ എന്നാണ് പറയുക, വലിയ ഗിയറിനെ ഗിയർ വീൽ എന്ന് പറയും. എന്താണ് റാക്ക്? നമുക്കറിയാം റാക്ക് ആൻഡ് പിനിയൻ എന്ന് പറഞ്ഞൊരു ഗിയർ സിസ്റ്റം ഉണ്ട് അല്ലേ. ആ റാക്ക് എന്താണ്? ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു ഗിയർ ആണ് റാക്ക് എന്നുള്ളത്. ദെൻ വാട്ട് ഈസ് പിച്ച് ലൈൻ? പിച്ച് ലൈൻ അല്ലെങ്കിൽ നമ്മൾ പിച്ച് സർക്കിൾ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇനി എന്താണ് ലൈൻ ഓഫ് സെന്റേഴ്സ്? ലൈൻ ഓഫ് സെന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഗിയേഴ്സ് മെഷ് ചെയ്യുന്ന സമയത്ത് ആ ഇൻഡിവിജ്വൽ ഗിയറിന്റെ പിച്ച് സർക്കിളുകളുടെ സെന്ററുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ ലൈൻ ഓഫ് സെന്റേഴ്സ് എന്ന് പറയാം. രണ്ട് ഗിയേഴ്സ് മെഷ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? പിച്ച് സർക്കിൾ ഉണ്ട്. ആ പിച്ച് സർക്കിളുകളുടെ സെന്ററിനെ കണക്ട് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ ലൈൻ ഓഫ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെർ എ ഡ്രൈവ് ഗിയർ ഈസ് ലാർജർ ദാൻ എ ഡ്രിവൺ ഗിയർ ദ ഔട്ട്പുട്ട് ഈസ്. ഒരു ഗിയറിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ചെറിയ ഗിയർ ആണ് എന്ത്? പിനിയൺ എന്ന് പറയുന്നത്. വലിയ ഗിയറിന് നമ്മൾ ഗിയർ വീൽ എന്നാണ് പറയാം. രണ്ട് ഗിയർ ആണ് ആക്ച്വലി ഒരു ഗിയർ സിസ്റ്റത്തിൽ ഉള്ളത്. അതിൽ ഒന്നിനെ ഡ്രൈവിംഗ് ഗിയർ അല്ലെങ്കിൽ ഡ്രൈവർ ഗിയർ എന്നും മറ്റതിനെ ഡ്രിവൺ ഗിയർ എന്നും പറയും.
അതിൽ ഡ്രൈവർ ഗിയർ വലുതാവുകയാണെന്നുണ്ടെങ്കിൽ, യൂഷ്വലി ഡ്രൈവർ ഗിയർ എന്തായിരിക്കും, ചെറുതായിരിക്കും. എന്നാൽ ഡ്രൈവർ ഗിയർ വലുതാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. സ്പീഡ് കൂടുതലാവോ, ടോർക്ക് കൂടുമോ, അതോ സ്പീഡ് കുറയോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വലിയ ഡ്രൈവർ ഗിയർ കൊടുക്കുന്നത്. ഡ്രൈവർ ഗിയറിനെ വലുതാക്കുന്നത് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സ്പീഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യും, ടോർക്ക് ഡിക്രീസ് ചെയ്യും. ഡ്രൈവർ ഗിയർ ലാർജർ ആവുമ്പോൾ ഡ്രിവൺ ഗിയർ ചെറുതാവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും, പക്ഷെ ടോർക്ക് ഡിക്രീസ് ചെയ്യും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീത്ത് കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ ഗിയറിൽ എന്തുണ്ടാവും, ടീത്തിൻ്റെ എണ്ണം കൂടുതലായിരിക്കും, ചെറുതിൽ ടീത്തിൻ്റെ എണ്ണം കുറവായിരിക്കും. ടീത്തിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് സ്പീഡ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ റിഡക്ഷൻ ഇൻ ഔട്ട്പുട്ട് സ്പീഡിന് വേണ്ടിയിട്ടാണ്, സ്പീഡ് കുറച്ച് ടോർക്ക് ഇൻക്രീസ് ചെയ്യാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഡ്രൈവർ ഗിയറിന് ചെറിയ ഗിയർ കൊടുക്കുക, ഡ്രൈവിംഗ് ഗിയർ വലിയ ഗിയർ ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മോർ സ്പീഡ് എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗിയേഴ്സ് ഹാവിംഗ് ടീത്ത് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് വിച്ച് കണക്റ്റഡ് ടു പാരലൽ ആൻഡ് കോപ്ലാനാർ ഷാഫ്റ്റ്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്, രണ്ട് ഷാഫ്റ്റുകൾ പാരലൽ ആയിട്ടിരിക്കുന്ന, ടീത്ത് ഷാഫ്റ്റിന്റെ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ഗിയർ ഏതാണ്? ഇത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ഗിയറാണ് സ്പർ ഗിയർ അല്ലേ. സ്പർ ഗിയറിന്റെ എന്താണ്, രണ്ട് ഷാഫ്റ്റ് ആക്സിസുകളും പാരലൽ ആയിരിക്കും, ടീത്ത് അതിന്റെ ഷാഫ്റ്റ് ആക്സിസിന് പാരലൽ ആയിരിക്കും. സോ അതിനെയാണ് നമ്മൾ സ്പർ ഗിയർ എന്ന് പറയുന്നത്. ഹെലിക്കൽ ഗിയറും ബെവൽ ഗിയറും നമ്മൾ എന്ത് ചെയ്തു, മുൻപ് എക്സ്പ്ലെയിൻ ചെയ്തു. സ്പൈറൽ ഗിയർ എന്ന് പറയുന്നത് എന്താണ്, ടീത്ത് ഒരു ഹൈപ്പർബോളോയിഡ് സർഫസിൽ കട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗിയർ ആണ് സ്പൈറൽ ഗിയർ. സ്പൈറൽ ഗിയറിന്റെ വേറൊരു പേരെന്താണ്, സ്ക്യൂ ബെവൽ ഗിയർ എന്നും നമ്മൾ സ്പൈറൽ ഗിയറിനെ പറയാറുണ്ട്. അപ്പോൾ ബെവൽ ഗിയറിന്റെ ഒരു ടൈപ്പാണ് ആക്ച്വലി സ്പൈറൽ ഗിയർ എന്നുള്ളത്. സ്ക്യൂ ബെവൽ ഗിയർ ആണ് എന്ത്, സ്പൈറൽ ഗിയർ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗിയേഴ്സ് യൂസ് ടു കണക്ട് നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റീസ്. രണ്ട് നോൺ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഗിയർ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതാണ് സ്പൈറൽ ഗിയർ. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ബെവൽ ഗിയറിന്റെ ഒരു ടൈപ്പാണ് സ്പൈറൽ ഗിയർ. സ്പൈറൽ ഗിയറിനെ നമ്മൾ സ്ക്യൂ ബെവൽ ഗിയർ എന്നും പറയാറുണ്ട്. ഇവിടെ ഫസ്റ്റ് ഫിഗറിൽ കാണുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള സ്പൈറൽ ഗിയർ. ഒരു ഹൈപ്പർബോളോയിഡ് സർഫസിൽ ടീത്ത് കട്ട് ചെയ്തുകൊണ്ട് രണ്ട് ഗിയേഴ്സിനെ മെഷ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് സ്പൈറൽ ഗിയേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഓറിയന്റേഷൻ ഓഫ് ദ ഷാഫ്റ്റിൽ പഠിച്ചിട്ടുള്ള മൂന്നാമത്തെ ടൈപ്പാണ് നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ് എന്നുള്ളത്. ഇതിലുള്ള മറ്റൊരു ടൈപ്പ് ഓഫ് ഗിയർ ആണ് ഹൈപ്പോയിഡ് ഗിയർ അല്ലേ. നോൺ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ് ടൈപ്പ് ഗിയർ ആണ് എന്ത്, ഹൈപ്പോയിഡ് ഗിയർ എന്നുള്ളത്. ഇനി വാട്ട് ഈസ് ഡബിൾ ഹെലിക്കൽ ഗിയർ? ഇവിടെ ഫിഗറിൽ രണ്ടാമത് കാണിച്ചിരിക്കുന്നതാണ് ഡബിൾ ഹെലിക്കൽ ഗിയർ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡബിൾ ഹെലിക്കൽ ഗിയറിൽ, ഹെലിക്കൽ ഗിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഷാഫ്റ്റിന്റെ ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിക്കൊണ്ട് ടീത്ത് കട്ട് ചെയ്തതാണ് ഹെലിക്കൽ ഗിയർ. അത് ഡബിൾ ഹെലിക്കൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡബിൾ ഹെലിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ടീത്തിൽ തന്നെ രണ്ട് ഡയറക്ഷനിലേക്കും കട്ട് ചെയ്യുന്നതാണ് ഡബിൾ ഹെലിക്കൽ. ശരിക്കും ഹെലിക്കൽ റൈറ്റും ഹെലിക്കൽ ലെഫ്റ്റും ആണുള്ളത്. അത് രണ്ടും ഒരേ ടീത്തിൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡബിൾ ഹെലിക്കൽ ഗിയേഴ്സ് എന്ന് പറയും. ഇനി സ്ട്രെയിറ്റ് ബെവൽ ഗിയർ എന്താണ്? സ്ട്രെയിറ്റ് ബെവൽ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെവൽ ഗിയേഴ്സിൽ ടീത്ത് സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടാവുക. ആ സ്ട്രെയിറ്റ് ലൈൻ എന്ത് ചെയ്യും, ഒരു പോയിന്റിൽ പോയി ഇന്റർസെക്ട് ചെയ്യും. അതാണ് അപ്പെക്സ് എന്ന് പറയുന്നത് അല്ലേ. ആ കോണിന്റെ അപ്പെക്സിലേക്ക് വന്ന് മീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ബെവൽ ഗിയറിന്റെ ഫിഗർ കാണിച്ചിട്ടില്ല. ഇവിടെ കാണിച്ചിട്ടുള്ളത് സ്പൈറൽ ബെവൽ ഗിയർ ആണ്. സ്പൈറൽ ബെവൽ ഗിയർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ടീത്ത് കട്ട് ചെയ്തിട്ടുള്ളത് എന്താണ്, ഒരു കർവ് ആയിട്ടാണ് അല്ലേ, ഒരു കർവ് ആയിട്ടാണ്. എന്നാൽ ആ കർവ് ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതൊരു കോമൺ പോയിന്റിൽ ചെന്ന് മീറ്റ് ചെയ്യും. അതിനെ നമ്മൾ പിച്ച് അപ്പെക്സ് എന്ന് പറയും. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് വിച്ച് ടൈപ്പ് ഓഫ് ഗിയേഴ്സ് ആർ കട്ട് ഓൺ ദ കോണിക്കൽ പെരിഫറി? കോണിക്കൽ പെരിഫറിയിൽ കട്ട് ചെയ്യുന്ന ഗിയർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അതെന്താണ്, ബെവൽ ഗിയർ ആണ് അല്ലേ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബെവൽ ഗിയേഴ്സിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ ടീത്തുകൾ ഒരു അതിന്റെ ടീത്തുകളുടെ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഒരു കോമൺ പോയിന്റിൽ പോയി മീറ്റ് ചെയ്യും. അതിനെ നമ്മൾ അപ്പെക്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ പിച്ച് അപ്പെക്സ് എന്ന് പറയും. അപ്പൊ ബെവൽ ഗിയറുകൾ എല്ലാതും എന്താണ്, ഇങ്ങനെ ഒരു കോമൺ അപ്പെക്സിലേക്ക് മീറ്റ് ചെയ്യുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുക, ടീത്തുകൾ കട്ട് ചെയ്തിട്ടുണ്ടാവുക. വാട്ട് ഈസ് എ വേം ആൻഡ് വേം വീൽ എന്നുള്ളത് വേറൊരു കാറ്റഗറിയാണ്. ഡ്രൈവറിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുക, വേം വീൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഹെലിക്കൽ ഗിയർ നമ്മൾ പറഞ്ഞു, സ്പർ ഗിയർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗിയേഴ്സ് യൂസ് ടു കൺവേർട്ട് റോട്ടറി മോഷൻ ഇൻ ടു എ ട്രാൻസ്ലേറ്റിംഗ് ഓർ എ ലീനിയർ മോഷൻ. റോട്ടറി മോഷനെ ലീനിയർ മോഷനാക്കി കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗിയർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ റാക്ക് ആൻഡ് പിനിയൻ ആണ്. നമുക്കറിയാം റാക്ക് ആൻഡ് പിനിയനിൽ ഇതേപോലെ ഒരു സർക്കുലർ ആയിട്ടുള്ള ഗിയർ ഉണ്ടാവും. അതിൽ ടീത്ത് കട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പെരിഫറിയിൽ. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എന്താണ്, ഒരു ബാറിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു ടീത്ത് കട്ട് ചെയ്തിട്ടുള്ള ടൈപ്പാണ് എന്ത്, റാക്ക് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ റാക്ക് എന്നാണ് പറയുക, ഈ ഗിയറിനെ നമ്മൾ പിനിയൻ എന്ന് പറയും. അതുകൊണ്ടാണ് ഇതിനെ റാക്ക് ആൻഡ് ഗിയർ എന്ന് പറയുന്നത്.
നമ്മൾ റോട്ടറി മോഷനെ ട്രാൻസ്ലേറ്ററി മോഷനാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് റാക്ക് ആൻഡ് പിനിയൻ അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, ഇനി വേം ആൻഡ് വേം വീല്, ഈ ടൈപ്പ് ഗിയർ ആണ് വേം ആൻഡ് വേം വീൽ. ഇതിൽ നിങ്ങൾക്ക് കാണാം ഡ്രൈവർ ഗിയറിന്റെയും ഡ്രിവൺ ഗിയറിന്റെയും ഷാഫ്റ്റിന്റെ ആക്സിസുകൾ ഇരിക്കുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ടാണ്. പക്ഷേ എന്താണ്, വേം ആൻഡ് വേം വീല് ആക്ച്വലി മീറ്റ് ചെയ്യുന്നില്ല. ഇതിനെയാണ് നമ്മൾ ആക്സിസ് എന്ത് ചെയ്യുന്നില്ല, ഇന്റർസെക്ട് ചെയ്യുന്നില്ല. പക്ഷേ ആക്സിസുകൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ മുകളിലുള്ള ഗിയറിനെയാണ് നമ്മൾ വേം എന്ന് പറയുന്നത്, താഴെയുള്ളതിനെ നമ്മൾ വേം വീൽ എന്ന് പറയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗിയേഴ്സ് പ്രിഫേർഡ് ഫോർ മിനിമം ആക്സിയൽ ത്രസ്റ്റ്, ഏറ്റവും കുറവ് ആക്സിയൽ ത്രസ്റ്റ് ഉള്ള ടൈപ്പ് ഓഫ് ഗിയർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഹെറിംഗ് ബോൺ ഗിയർ ആണ്. ഏതാണ് ഹെറിംഗ് ബോൺ ഗിയർ? ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഹെറിംഗ് ബോൺ ഗിയർ. ഇതിന്റെ മറ്റൊരു പേരാണ് ഡബിൾ ഹെലിക്കൽ ഗിയർ എന്നുള്ളത്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഡബിൾ ഹെലിക്കൽ ഗിയർ അല്ലെങ്കിൽ ഹെറിംഗ് ബോൺ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗിയറിൽ തന്നെ രണ്ട് ഡയറക്ഷനിലേക്കും ഷാഫ്റ്റിനെ ഇൻക്ലൈൻഡ് ആയിക്കൊണ്ട് ടീത്ത് കട്ട് ചെയ്തിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്? ഇവിടെയുള്ള ആക്സിയൽ ത്രസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹെലിക്കൽ ഗിയേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫ്റ്റിനെ ഇൻക്ലൈൻഡ് ആയിട്ട് ടീത്ത് കട്ട് ചെയ്യുമ്പോൾ അവിടെ ആക്സിയൽ ത്രസ്റ്റും അതേപോലെ തന്നെ റേഡിയൽ ലോഡും ഉണ്ടാവും. എന്നാൽ ഈ ആക്സിയൽ ത്രസ്റ്റിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഡയറക്ഷനിലേക്കും എന്ത് ചെയ്യുന്നത്, ടീത്ത് ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ്, ഇവിടെ ഉണ്ടാവുന്ന ഹൊറിസോണ്ടൽ കോമ്പണന്റിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഫോം ചെയ്യുന്ന ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആക്ട് ചെയ്യും. അപ്പോൾ ഇതൊരു ബാലൻസിങ് സ്റ്റേജിലായിരിക്കും എന്ത് ചെയ്യുക, ഹെറിംഗ് ബോൺ ഗിയേഴ്സ് ഉണ്ടാവുക അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ ഗിയേഴ്സ് ഉണ്ടാവുക. അപ്പോൾ മിനിമം ആക്സിയൽ ത്രസ്റ്റ് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഗിയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെറിംഗ് ബോൺ ആണ് അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ ഗിയർ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൈറ്റർ ഗിയേഴ്സ് ആർ യൂസ്ഡ് ഫോർ, എന്തിനു വേണ്ടിയിട്ടാണ് മൈറ്റർ ഗിയേഴ്സ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം മൈറ്റർ ഗിയർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു മൈറ്റർ ഗിയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന രണ്ട് ഗിയേഴ്സിന്റെയും ടീത്തിന്റെ എണ്ണം സെയിം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഗിയറിൽ ടീത്തിന്റെ എണ്ണം കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഡ്രൈവർ ഗിയറിൽ ടീത്തിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്ത് വരുന്നു, അതായത് ഗിയറിന്റെ സൈസ് കൂടുതലും മറ്റേ ഡ്രിവൺ ഗിയറിന്റെ സൈസ് ചെറുതുമാണെന്നുണ്ടെങ്കിൽ അവളെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു പറഞ്ഞു. തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യും, സ്പീഡ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. എന്നാൽ ടീത്ത് സെയിം ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, സ്പീഡ് ഈക്വൽ ആയിരിക്കും. സോ മൈറ്റർ ഗിയേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഈക്വൽ സ്പീഡ്, ഒരേ സ്പീഡുള്ള എപ്പോഴും ഒരേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗിയർ ആണ് എന്ത്, മൈറ്റർ ഗിയർ എന്നുള്ളത്. സ്പീഡ് ചേഞ്ച് ചെയ്യാതെ ഡയറക്ഷൻ മാത്രം ചേഞ്ച് ചെയ്യേണ്ട കേസുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈറ്റർ ഗിയേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ ടീത്തിന്റെ എണ്ണം സെയിം ആയതുകൊണ്ട് തന്നെ സ്പീഡിന് എന്തുണ്ടാവില്ല, ചേഞ്ച് ഉണ്ടാവില്ല. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സൈസ് ഓഫ് ദ ഗിയർ ഈസ് യൂഷ്വലി സ്പെസിഫൈഡ് ബൈ, ഒരു ഗിയറിന്റെ സൈസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറയാന്നുള്ളതാണ്. അത് പിച്ച് സർക്കിളിന്റെ ഡയമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഗിയറിന്റെ സൈസ് പറയുന്നത്. നമുക്കറിയാം പിച്ച് സർക്കിൾ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗിയറിന്റെ അതേ ആക്ഷൻ തരുന്ന പ്യുവർ റോളിംഗ് ഉള്ള രണ്ട് സർക്കിളുകൾ, ഇമാജിനറി സർക്കിളുകളാണ് പിച്ച് സർക്കിൾ എന്നുള്ളത്. ആ പിച്ച് സർക്കിളിന്റെ ഡയമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഗിയറിന്റെ സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.